കഴിഞ്ഞ ദിവസം കബാബ് ഉണ്ടാക്കിയത് കണ്ടില്ലായിരുന്നു. മട്ടൻ കബാബായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഇറച്ചിയെല്ലാം മിക്സ് ചെയ്തെല്ലാം കാണിച്ച് പിടിക്കുന്നതെല്ലാം കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഇതാ ഈ ചുടുന്നതാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് ചുടുന്നതെന്നുള്ളത്. അതിനകത്ത് മട്ടൻ ടിക്കയുണ്ട്, ചിക്കൻ ടിക്കയുണ്ട്, പിന്നെ മട്ടൻ കബാബ്, അതുപോലെ തന്നെ അതിനകത്ത് വാരിയല് ആടിൻ്റെ, അതുപോലെ കബാബ് ഇതാ ഒരു സൈഡ് വെന്തിട്ട് മറിച്ച് വെക്കുകയാണ് കേട്ടോ. മറിച്ച് വെച്ചു. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇനിയൊരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അത് വേഗം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ കബാബ് ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും ഉപ്പിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. ഇറച്ചിക്ക് ഉപ്പിടത്തില്ല, ഇറച്ചിക്ക് ഉപ്പിടും. ഇത് കുബൂസിനകത്ത് കീമ വെച്ചിട്ട് പരത്തി വെക്കുന്ന സാധനമാണ്. അതും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. ഒരു പ്ലേറ്റാണ് കൊടുക്കുന്നത്. ആ പ്ലേറ്റിലേക്ക് ഞാൻ വെച്ച് വലിക്കുകയാണ്. കബാബ് വെച്ച് വലിച്ചു. ചിക്കൻ കബാബ്. അടുത്തതാ ചിക്കൻ ടിക്കയും മട്ടൻ ടിക്കയും കൂടെ പ്ലേറ്റിലേക്ക് വെച്ചു. അതിനുശേഷം ഇതാ കുബൂസിൽ അഴിച്ച കീമ വെച്ചുള്ള സാധനമാണിത്. അത് വെന്തു. കബാബ്, മട്ടൻ കബാബാണ് കാണുന്നത്. മട്ടൻ കബാബ് വെച്ചു. പിന്നെ ഒരു പ്ലേറ്റാണ് ഇതൊന്ന്. ഈ പൗഡർ ഒരു സുമ്മാക്കെന്ന് പറയും അറബിയിൽ. അത് ചെറിയ പുളിപ്പാണ് അതിന്. അത് ഈ കബാബിൻ്റെ മുകളിലും, ഇറാഖി കബാബ് എന്ന് പറയും. ഇറാഖി കബാബിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന പൊടി. എല്ലാ കബാബിലും ഇടത്തില്ല കേട്ടോ. ഒരുപാട് സൈസ് കബാബുണ്ട്, എല്ലാത്തിലും ഇടത്തില്ല അത്. ഇത് ആ വാരിയല്ലാണത്, ആടിൻ്റെ വാരിയല്, ലാം ചോപ്പ്. പിന്നെ മറ്റേ കുബൂസ് കട്ട് ചെയ്തത്, അതും കൂടെ അങ്ങോട്ട് വെക്കും. കുബൂസ് കീമ വെച്ചുള്ളത് അതും കൂടെ അതിലേക്ക് വെക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈ ഇട്ട് കൊടുക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈ അതും കൂടി ഇടുക. പിന്നെ അതും കൂടെ തന്നെ കുറച്ച് പാസ്ലി, അത് ഇലയാണ്, ചെറിയ ഇല, അത് കട്ട് ചെയ്തത്, അതും കുറച്ച് സൈഡിലിട്ട് കൊടുക്കുക. അത് ചുമ്മാ ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എടുത്ത് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തക്കാളി ചുട്ടത്, സവോള ചുട്ടത്, അതെല്ലാം സൈഡിലേക്ക് ആഡ് ചെയ്തു. സവോളയും തക്കാളിയും അതെല്ലാം ആഡ് ചെയ്തു. 2-3 മുളക് വെച്ചു ചുട്ടത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുബൂസ് വയ്ക്കുന്നു. ചൂട് കുബൂസ് വയ്ക്കുന്നു. കുബൂസ് വെച്ചിട്ട് അതുകൂടെ കഴിയുമ്പോഴത്തേക്കിനും അത് പാക്ക് ചെയ്യുന്നു. അലുമിനിയം ഫോയിൽ വെച്ച് അതൊന്ന് പാക്ക് ചെയ്യും. നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തെടുക്കും. ഇപ്പം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല റേറ്റ് വരും ഈ ഇതിന്. പക്ഷെ ഇവിടെ പിന്നെ ആ റേറ്റൊന്നും അത് നോക്കാറില്ലല്ലോ. നാട്ടിലേത് വെച്ച് മൂല്യം നോക്കാറില്ലല്ലോ ഇവിടുത്തെ റേറ്റ് അല്ലേ. അത് നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് ഫോയിലും കൂടെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഓക്കെ ആയി. കണ്ടില്ലേ എന്ത് വൃത്തിയായിട്ട് അത് പാക്ക് ചെയ്ത് നോക്കിയേ. കണ്ടോ, അതാണ് ഒരു പ്ലേറ്റ്. ഒരു ഫാമിലി പാക്കാണിത്. കണ്ടോ, സൂപ്പറല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. എല്ലാവർക്കും സുഖം.